നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. തീർച്ചയായും നെയ്മറുടെ ലോകകപ്പ് റെക്കോർഡും അദ്ദേഹത്തിൻ്റെ കരിയർ റെക്കോർഡും ഒക്കെ അറിയാൻ ആരാധകർക്കും ഫുട്ബോൾ പ്രേമികൾക്കും അത്യന്തം ആകാംക്ഷ ഉണ്ടാകും. അദ്ദേഹം ലോകകപ്പിൽ 4 ലോകകപ്പുകളാണ് കളിച്ചത്. 2014, 18, 22, 26. ഇതിൽ മൊത്തം 15 കളികൾ കളിച്ചു, 9 ഗോളുകൾ അടിച്ചു, 4 അസിസ്റ്റുകൾ. ഇതാണ് ലോകകപ്പിൽ 15 കളികൾ, 9 ഗോളുകൾ, 4 അസിസ്റ്റുകൾ. അതിൽ 2014 അദ്ദേഹം 5 കളികളാണ് കളിച്ചത്, 4 ഗോളുകളാണ് അടിച്ചത്, 1 അസിസ്റ്റ്. ഇതായിരുന്നു 2014 ലോകകപ്പ്. 2018 അദ്ദേഹം 5 കളികളാണ് കളിച്ചത്, 5 മത്സരങ്ങളാണ് കളിച്ചത്, 2 ഗോൾ അടിച്ചു. 2018 2 അസിസ്റ്റ് ഉണ്ട്. അപ്പം 2018 5 മത്സരങ്ങൾ, 2 ഗോൾ, 2 അസിസ്റ്റ്. 2022 ഖത്തർ ലോകകപ്പിൽ 3 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. അതിൽ 2 ഗോൾ അടിച്ചു, 1 അസിസ്റ്റ്. 2022 ഖത്തർ ലോകകപ്പിൽ 3 കളികളിൽ നിന്ന് 2 ഗോൾ, 1 അസിസ്റ്റ്. ഇതാണ് ഉണ്ടായത്. 2026 ലോകകപ്പ്, ഇത്തവണത്തെ 2026 ലോകകപ്പിൽ അദ്ദേഹം 2 കളിയാണ് കളിച്ചത്. 2ലും പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. 1 ഗോൾ ഇന്ന് നോർവേക്കെതിരെ 100ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ അടിച്ച, 100ാമത്തെ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി ടൈമായിരുന്നു, അതിൽ പെനാൽറ്റിയിലൂടെ അടിച്ച 1 ഗോൾ. ഇങ്ങനെ 9 ഗോളാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളത്. അദ്ദേഹം 4 അസിസ്റ്റുകൾ നൽകി. 15 മത്സരങ്ങളെ 4 ലോകകപ്പിൽ നിന്ന് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 15ൽ 9 ഗോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഗോളുകളായി. നല്ല ഒരു റേറ്റിൽ, നല്ലൊരു ശരാശരിയിലാണ് അദ്ദേഹം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി അന്താരാഷ്ട്ര കരിയറിലേക്ക് വന്ന അദ്ദേഹം 129 മത്സരങ്ങൾ കളിച്ചു, 80 ഗോളുകൾ അടിച്ചു. ബ്രസീലിൻ്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനാണ് അദ്ദേഹം. സാക്ഷാൽ പെലെയെയാണ് ആ റെക്കോർഡിൽ മറികടന്നത്. എക്കാലത്തെയും ബ്രസീലിൻ്റെ വലിയ വിഖ്യാതനായ പെലെയെ അദ്ദേഹം മറികടന്നാണ് ബ്രസീലിൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി മാറിയത്. പക്ഷേ 4 ലോകകപ്പ് കളിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു ലോക കപ്പില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ. അദ്ദേഹത്തിന് ഒരിക്കലെങ്കിലും ലോക ചാമ്പ്യനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ നിരാശാജനകമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയർ റെക്കോർഡുകൾ ഇപ്പോൾ പറഞ്ഞവയാണ്.